കലോത്സവ വേദികളിലെ വിശേഷങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്, പരിചയപ്പെടാൻ പോകുന്നത് കേരളോത്സവത്തിൽ 2015-16 ആ വർഷം കലാതിലകമായിട്ടുള്ള ഒരു വ്യക്തിയെയാണ്. ധാരാളം വേദികളിൽ മത്സരിച്ചിട്ടുള്ള ക്ലാസിക്കൽ നർത്തകിയായിട്ടുള്ള പ്രിയങ്കയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ കലോത്സവം, കേരള കലോത്സവം നമ്മുടെ തൃശ്ശൂർ നടക്കുമ്പോൾ അത് കാണാൻ വന്ന വിശേഷങ്ങൾ, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. പ്രിയങ്ക തൃശ്ശൂർക്കാരി തന്നെയല്ലേ? അതെ അതെ. എങ്ങനെയുണ്ട് തൃശ്ശൂർ നടക്കുന്ന കലോത്സവം? വളരെ നല്ലൊരു. പ്രിയങ്ക ഒരു നർത്തകിയാണ്, ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്ന ആളാണ്, പക്ഷെ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത ഒരാളുമാണ് അല്ലേ? അതെ അതെ. ഞാൻ CBSE ആയിരുന്നു. അപ്പോൾ CBSE സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ 5 ടൈംസ് കണ്ടിന്യൂസ് ആയിട്ട് ഭരതനാട്യം ഫസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതേ വേദിയിൽ തേക്കിങ്കാട് മൈതാനത്തിൽ കേരളോത്സവ സംസ്ഥാനം നടന്നപ്പോൾ 2012 മോഹിനിയാട്ടം ഫസ്റ്റ് ആയിരുന്നു. അതെ. അതേപോലെ 2015-16 കേരളോത്സവ കലാതിലകമായിരുന്നു. അപ്പോൾ കേരളോത്സവം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്, അതിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ CBSE കലോത്സവത്തിലും പങ്കെടുത്തിട്ടുള്ള ആളാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് സിലബസ് അല്ലാത്തതുകൊണ്ട് കലോത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ കലോത്സവത്തിൽ പോലും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ കലോത്സവം തൃശ്ശൂർ നടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വരാതിരിക്കുക അല്ലേ? ഇവിടെ മത്സരങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അതെ, വളരെ. കലോത്സവം തൃശ്ശൂരിലാണ് എന്നറിഞ്ഞപ്പോൾ എല്ലാ തൃശ്ശൂർക്കാരെ പോലെ തന്നെ ഒരുപാട് എക്സൈറ്റ്മെൻറ്റും, എല്ലാ ദിവസവും മോർണിംഗ് ടു ഈവനിങ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതെ. ഒരു ക്ലാസിക്കൽ ഡാൻസർ ആയതുകൊണ്ട് തന്നെ ക്ലാസിക്കൽ ഐറ്റംസ് മാത്രമാണോ കാണുന്നത്, അതോ എല്ലാ ഐറ്റംസും കാണാൻ ഇറങ്ങുന്നുണ്ടോ? അങ്ങനെയില്ല. ഞാൻ നാടോടി നൃത്തവും എല്ലാം ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ യൂണിവേഴ്സിറ്റി ലെവലിൽ കഥകളി മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കഥകളി വേദിയിലും പോയിരുന്നു. അതേപോലെ പ്രിയങ്ക മത്സരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ടല്ലേ, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ? എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് പറയൂ. ഞാൻ കൂടുതലും പഠിപ്പിക്കുന്നത് കുട്ടികളെയല്ല, അമ്മമാരെയാണ്. എല്ലാം ഒരു 40 വയസ്സിന് മേലെയുള്ള അമ്മമാരെയാണ് കൂടുതലും ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ പലർക്കും നമ്മളുടെ എന്താ പറയുക, ഈ സമയമില്ല, പഠിക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ അതിൻ്റെ കാലം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന കുറേ പേർക്ക് അങ്ങനെയല്ല, നമുക്ക് ഇനിയും പഠിക്കാം, ഇനിയും വേദികളിൽ പെർഫോം ചെയ്യാമെന്നൊക്കെ പറയുന്നൊരു ഊർജ്ജം കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. എത്ര സ്റ്റുഡൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നവർ? നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഓഫ്ലൈനിൽ ഒരു 25-30ഓളം അമ്മമാർ മാത്രം പഠിക്കുന്നുണ്ട്. അതെ. അപ്പോൾ തുടക്കം അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും പിന്നെ അവരുടെ സ്റ്റേജ് ഫിയറും അതേപോലെ കോൺഫിഡൻസൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കാറുണ്ട്. പ്രിയങ്ക ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ എങ്ങനെയാണ് കലോത്സവം അല്ലെങ്കിൽ ഇതുപോലുള്ള മത്സരങ്ങളൊക്കെ എത്രമാത്രം കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ആവശ്യമാണെന്നാണ് തോന്നിയിട്ടുള്ളത്? കലോത്സവം ഒരു മത്സരത്തിനുപരി ഓരോ സ്റ്റേജും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ഓരോ വേദിയിൽ നിന്നും ഒരുപാട് കുട്ടികൾക്ക് പലതും, ഒരു നർത്തകി മോർ ദാൻ ദാറ്റ് എല്ലാം അതിൽ ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പല വേദികളിലും നോക്കിക്കഴിഞ്ഞാൽ 1ാം സ്ഥാനം അല്ലെങ്കിൽ A ഗ്രേഡ് സ്റ്റേറ്റ് ലെവലിൽ കിട്ടുമ്പോൾ അവർ ഹാപ്പിയാണ്. എന്നാൽ കിട്ടാത്തവർ, ഇപ്പോൾ ജില്ല കഴിഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് കിട്ടിയവർക്കല്ലേ പോകാൻ പറ്റുള്ളൂ. സെക്കൻഡ് ആയവരും തേർഡ് ആയവരും അല്ലെങ്കിൽ അത് കിട്ടാത്തവരൊക്കെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന കാണാം, അല്ലെങ്കിൽ ധാരാളം അപ്പീലുകൾ വരുന്നത് കാണാം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പ്രിയങ്കയ്ക്ക് എന്താ തോന്നുന്നത്? കഴിവുള്ളവർ അവർക്ക് അടുത്ത കൊല്ലം പോകാൻ പറ്റട്ടെ, ദൈവം അനുഗ്രഹിച്ച അടുത്ത കൊല്ലം അവർ മത്സരിക്കാൻ പറ്റട്ടെ. ഇപ്പോഴും ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ് എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ. ഓക്കെ, എന്തായാലും പ്രിയങ്ക ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, എല്ലാ ദിവസവും വരുന്നുണ്ട് കലോത്സവം. അതിങ്ങനെ നമ്മുടെ തൃശ്ശൂർ നടക്കുമ്പോൾ നമ്മൾ എങ്ങനെ വീട്ടിലിരിക്കും എന്നുള്ളൊരു ചിന്തയാണ് എല്ലാ തൃശ്ശൂരക്കാരെ പോലെ തന്നെയാണ് പ്രിയങ്കയും. അപ്പോൾ എന്തായാലും നമ്മൾ കലോത്സവം ഇനി ഒരു ദിവസം കൂടെ ഉണ്ട്, അപ്പോൾ അടിച്ചു പൊളിച്ച് നടക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്.